സോ ഹലോ എവരിവൺ, ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് പാർട്ട് വീഡിയോ. വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും ഈ ഒറ്റ നടക്കുന്ന ഒറ്റക്കാലുള്ള എന്നെ കൊണ്ട് എങ്ങനെയാണ് എൻ്റെ ചേച്ചി നാട് വരെ എത്തിച്ചതെന്നുള്ള കഥയാണ്. ഒരു ചെറിയ വീഡിയോ, ഒത്തിരി ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ചെറിയ ചെറിയ ക്ലിപ്സ് അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ അത്രമാത്രം. കൊണ്ടുവരാനുള്ള മയിൽ വാഹനം. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ മയിൽ വാഹനം എനിക്ക് കിട്ടി. സോ അതിലാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ പോയത്. എന്താണെന്നറിയത്തില്ല, നല്ല ഭാഗ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ 10 മണിക്ക് വരാനുള്ള ട്രെയിൻ വന്നപ്പോൾ 3 മണിയായി. 6 മണിക്കൊക്കെ ലേറ്റ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കൂട്ടായിട്ട് അവളുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ട്രെയിൻ കയറി വരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ ഡിഫിക്കൽട്ട് ഗൈസ്. ഗട്ടറാണ് എൻ്റെ പൊന്ന ദൈവമേ, ഇതിലും വേറെ ഒന്നും വരാനില്ല. അന്ന് കറക്റ്റ് ഇട്ട് നല്ല മഴയും പെയ്തു. ഈ മഴയത്ത് എന്തായാലും വീൽ ചെയർ ഉന്തിക്കൊണ്ട് പോകുന്ന അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. പണ്ട് പബ്ജിയിൽ പോയായിരുന്നു, സബ്വേ സർഫേസിൽ പോയായിരുന്നു. പണ്ട് സബ്വേ സർഫേസിൽ പോയായിരുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ എന്നെ കൊണ്ടുവന്ന മയിൽ വാഹനം തിരിച്ചു കൊണ്ടുപോയിട്ട് വേണം എൻ്റെ ആധാർ തിരിച്ച് കൈപ്പറ്റി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. സോ അവരെന്തായാലും അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്, ബിക്കോസ് എനിക്ക് ഇരുന്ന് പോകാൻ പറ്റത്തില്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ 10:30 വരേണ്ട ട്രെയിന് 6 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇപ്പം 3 മണി 4 മണി ആവുമ്പോൾ വരും. അങ്ങനെ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ നമ്മൾ കയറി ഡോറിനടുത്തുള്ള സീറ്റിലാണ് നമ്മളിരുന്നത്. നമ്മുടെ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ബിക്കോസ് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ആസ് ഐ ടോൾഡ് ഏർലിയർ. അങ്ങനെ നീണ്ട 8 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുവല്ല എത്തി. ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ കിട്ടിയില്ല. നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല ട്രെയിനിൽ. അങ്ങനെ എന്തായാലും നമ്മൾ തിരുവല്ല എത്തി. രാത്രി ഒരു 1 മണിയൊക്കെ ആയി. അങ്ങനെ രാത്രി നമ്മളെ വിളിക്കാൻ വന്നിരിക്കുന്നു ഗായ്സ്. ആരാ നോക്കൂ, മിസ്റ്റർ ഹരിലാൽ PV, എൻ്റെ സ്വന്തം തന്തപ്പടി. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അല്ല, അച്ഛനും മാമനും അമ്മയും. അതും ഞാൻ കോമഡി ആയിരുന്നു ഗൈസ്, ബിക്കോസ് എനിക്ക് വീണ്ടും മയിൽ വാഹനം ഇല്ലാതെ പോകാൻ പറ്റത്തില്ലായിരുന്നു. സോ അത് ഒപ്പിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് കഷ്ടപ്പാടുകൾ, ബിക്കോസ് ലിഫ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപരിപാടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. വീട്ടിലെത്തി ഗായ്സ്. നമുക്കിവിടെ ആരുണ്ടെന്ന് നോക്കൂ ഗായ്സ്. പൊന്നോ എടുക്കാതെ അവിടെ കിടന്നോട്ടത് ആടി ഇല്ല. അച്ഛനെ വിടറി താടിയോടെ ഇല്ല മോമ പൊന്നോ. ഇത് ഈ ത്വജമഞ്ചൻ എന്നെ കാണുമ്പോ എന്നെ ത്വജമഞ്ചൻ ഇങ്ങനെ ഇവിടെ ത്വജമഞ്ചനെ ഞാൻ ഇന്ന് നിന്നെ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. മര്യാദക്കാണ്, ഞാനും മര്യാദക്കാണ് ഗോയ്സ്. ത്വജമഞ്ചനെ കിട്ടി ഗോയ്സ്. സോ ഗായ്സ്, അന്നത്തെ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങി. അത്രയുള്ളായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.